ഹലോ നമസ്കാരം, ഞാൻ RJ അഞ്ജലി. മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ വായ്പകൾ നേരിട്ട് നൽകുന്ന ഇഷ്ടംപോലെ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾക്കറിയോ, റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടുള്ള ബാങ്കുകൾക്കും ബാങ്ക് ഇതര സ്ഥാപനങ്ങൾക്കും മാത്രമേ വായ്പാ പോർട്ടലിലൂടെയും വായ്പാ ആപ്ലിക്കേഷനിലൂടെയും വായ്പകൾ വിതരണം ചെയ്യാനുള്ള അനുമതിയുള്ളൂ. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോ. പോയിന്റ് നമ്പർ 1, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ഉടനെ തന്നെ മൊബൈൽ ഫോണിലുള്ള എല്ലാ വിവരങ്ങളും അപ്പാടെ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കരുത്. രണ്ടാമത്തെ കാര്യം, ഏത് ബാങ്കാണ് അല്ലെങ്കിൽ ഏത് ബാങ്ക് ഇതര സ്ഥാപനമാണ് വായ്പ നൽകുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള വായ്പകൾ സ്വീകരിക്കരുത്. മൂന്നാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ പറയുന്നത് ദിവസാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മാസക്കണക്കിനുള്ള പലിശ നിരക്കായിരിക്കും. അതൊരു വർഷാടിസ്ഥാനത്തിൽ എത്ര വരുമെന്ന് മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. പലിശ കണക്ക് കൂട്ടുന്ന രീതി എങ്ങനെയാണ്, പിഴ പലിശ ഈടാക്കുന്നത് എങ്ങനെയാണ്, മറ്റ് ചാർജുകൾ എങ്ങനെയാണ്, ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കണം. വായ്പാ കരാറിന്റെ കോപ്പി പരിശോധിച്ച് വ്യക്തിഗത വിവരങ്ങൾ അനാവശ്യമായി ചോർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തണേ. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നോക്കിയിട്ടല്ല നമുക്ക് വായ്പ നൽകുന്നത്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ എത്രത്തോളം ആക്റ്റീവ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു തവണ പലിശ മുടങ്ങിയാലോ തിരിച്ചടവ് മുടങ്ങിയാലോ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും മെസ്സേജ് പോകും. അതൊരു വലിയ ട്രാപ്പാണ് അല്ലെ. നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ നമ്മുടെ ഫ്രണ്ട്സ് അറിയുന്നത്, വായ്പ അടയ്ക്കാത്ത കാര്യമൊക്കെ അവര് നമ്മളെ വിളിച്ച് ഓർമ്മിപ്പിക്കുന്നത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാകണമെന്നില്ല. സോ എല്ലാ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കി മാത്രമേ ഇത്തരത്തിലുള്ള പണമിടപാടുകൾക്ക് മുതിരാവൂ. നല്ല ആപ്ലിക്കേഷനുകൾ ഉണ്ടാവും, പക്ഷെ ശ്രദ്ധ വേണം. ഓർമ്മിപ്പിക്കുന്നു RJ അഞ്ജലി. താങ്ക് യു. ബൈ.